ബജ്രംഗ് ദള്. ഈ ബജ്രംഗ് ദള് ഏതാ പാർട്ടി, ഏതാ സംഘടന? RSSൻ്റെ സംഘടനയാണ്. RSSൻ്റെ സംഘപരിവാറിൻ്റെ സംഘടനകളിൽ ഒന്നായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ യുവജന സംഘടനയാണ് ബജ്രംഗ് ദള്. ബജ്രംഗ് ദള് നേരത്തെ ഈ കുഴപ്പമുണ്ടാക്കാൻ, ഇത് കാണുന്ന വള്ളിയിലച്ചന്മാർ കൂടെ മനസ്സിലായിക്കോട്ടെ, അതായത് ഈ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഈ കാര്യങ്ങളുണ്ടല്ലോ, എന്താ അവരുടെ മനസ്സിലിരിപ്പോൾ? അവരുടെ രാഷ്ട്രീയമാണത്. അവരുടെ രാഷ്ട്രീയം എന്താണ്? ക്രിസ്ത്യാനികൾ ശരിയല്ല, അവർ മതപരിവർത്തനം നടത്തുകയാണ്, ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ലോകത്താണ് ആകെ വേണ്ടത്. ഈ പരിപാടി രാഷ്ട്രീയമുള്ള ഒരു സംഘടനയാണെന്ന് വെച്ചാൽ അവർക്ക് ആ രാഷ്ട്രീയം പറഞ്ഞു കൊടുക്കുന്ന അവരുടെ മാതൃസംഘടനയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. അതിൻ്റെ മുകളിലുള്ള മാതൃസംഘടനയാണ് RSS. ആ RSSൻ്റെ തലവനാണ് ഒരു തെരഞ്ഞെടുപ്പിന് മത്സരം ജയിച്ചിട്ടില്ലാത്ത മോഹൻ ഭഗവത്. അദ്ദേഹം വിളിച്ചിരിക്കുന്ന ഒരു പരിപാടിയിലാണ് പോയിട്ടിരിക്കുന്നത്. ആര്? ഈ VCമാർ. അതായത് ഈ മതപരമായിട്ടുള്ള മുൻവിധികൾ ക്യാമ്പസുകളിലൂടെ നമ്മുടെ ഭാവിയിലുള്ള കുട്ടികളെ പഠിപ്പിക്കണം എന്നതാണ് ആത്യന്തികമായിട്ട് ഈ കാര്യങ്ങൾ. അതായത് ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ് ഭാരതത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം. ആ ഭാരതത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങളെല്ലാവരും കൂടെ സഹായിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്, ഈ ജ്ഞാനസഭ വിളിച്ചിരിക്കുന്നത്. അതിനകത്തേക്കാണല്ലോ ഇവർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകൾ മതജാതി വ്യത്യാസമില്ലാതെ അവരവരുടെ കുട്ടികൾ ഭാവിയിൽ ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഈ കാര്യം കണ്ട് മനസ്സിലാക്കട്ടെ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അതുപോലുള്ള ഈ പറയുന്ന VCമാർക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. പക്ഷേ ഈ മോഹൻ ഭഗവത്തിൻ്റെ അതേ രാഷ്ട്രീയമുള്ള ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവർ രണ്ടുപേരും, അദ്ദേഹവും RSSൻ്റെ പ്രചാരകനായിരുന്നു. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുള്ളത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചാൽ ഈ VCമാരെല്ലാം പോകണമെന്ന് തന്നെ നമ്മൾ പറയും. ഞാനും പറയും അവിടെ ഉറപ്പായിട്ടും പോയിട്ടിരിക്കണം. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSSൻ്റെ പ്രചാരകനാണെങ്കിൽ തന്നെയും ആയിരുന്നെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മോഹൻ ഭഗവത്തിൻ്റെയും ബജ്രംഗ് ദളിൻ്റെയും അതേ രാഷ്ട്രീയമായിരിക്കുമ്പോൾ തന്നെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കട്ടപ്പെട്ടിക്കകത്താക്കിയിരിക്കുന്ന ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അദ്ദേഹം വിളിച്ച പരിപാടിയിൽ കൃത്യമായിട്ടുള്ള നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങളെ പറയാൻ പറ്റൂ. അതുകൊണ്ട് പിണറായി വിജയൻ വിളിച്ച പരിപാടിക്ക് VCമാർക്ക് പോകാം, പക്ഷേ MAV വിളിച്ച പരിപാടിക്ക് പോകാൻ പാടില്ല. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ വിളിച്ച പരിപാടിക്ക് പോകാം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന ഭരണഘടനാ പദവിയുള്ള ആൾ വിളിച്ച കോൺഗ്രസ് നേതാവ് വിളിച്ച പരിപാടിക്ക് പോകാം. പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ച പരിപാടിക്ക് VCമാർക്ക് പോകാൻ അധികാരമില്ല. അത്രക്ക് പോലും അധികാരമില്ല. ഈ പറഞ്ഞ കോൺഗ്രസും CPM ഒക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളാണ് നിങ്ങൾ വിചാരിക്കുക. തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത, ജനങ്ങളോട് യാതൊരു ഓഡിറ്റിങ്ങും ഇല്ലാത്ത ഇതുപോലുള്ള ഫ്രിഞ്ച് സംഘടനകളുടെ കൂടെ രാഷ്ട്രീയം കൈയാളുന്ന ഒരു പരിപാടിക്ക് പോയിട്ട് ഈ യോഗ്യന്മാരായിട്ടിരിക്കുകയാണ്.